പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാവുത്തക്കൻ. കുറേ വിമർശകരാണ് ഇപ്പം ഇറങ്ങിയിട്ടുള്ളത്. ചെറുപ്പം പെൺകുട്ടികളും യുക്തിവാദി, നിരീശ്വരവാദി ഇങ്ങനെ പറഞ്ഞ് ഒരു ടീമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം ഇസ്ലാമിൻ്റെ ചില കാര്യങ്ങൾ പറയുന്നത് അവർക്ക് താല്പര്യമുള്ളത്, അതായത് ഇത് സമൂഹ മധ്യേ സോഷ്യൽ മീഡിയയിൽ കൊടുന്ന് റിയാക്ട് ചെയ്യുകയോ കാണിക്കുകയോ ചെയ്താൽ അതിന് കുറച്ച് വ്യൂവേഴ്സ് കിട്ടും. അല്ലെങ്കിൽ ഇതുപോലെ യുക്തിവാദി, നിരീശ്വരവാദി കുറേ ആളുകളുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് എത്തിച്ചു നോക്കുന്ന കുറേ ടീമുണ്ട്. ഇവിടെ എന്താണ് നടക്കുന്നത്, നേരം പോയിട്ട് ലൈക്കും കമൻസും ഒക്കെ കൊടുത്ത് ആ പറയുന്ന ആളുകളെ, റിയാക്ട് ചെയ്യുന്ന ആളുകളെ ഒന്ന് ഉഷാറാക്കി പൊക്കുക, അതിനുവേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇത് കൊടുന്നിങ്ങനെ ഒട്ടിക്കും. എന്താ സംഭവം എന്ന് പറയും. ഇത് കാണുമ്പോൾ സാധുക്കളായ കുറേ മനുഷ്യർ വിചാരിക്കും ഇസ്ലാമിൽ ഇത്തരം ഇക്ലിപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ മാത്രമേ ഉള്ളൂ, ഈ ലൈംഗികതയും മറ്റു വിഷയങ്ങളെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അല്ല, ഇസ്ലാമിൽ ഒരുപാട് മനോഹരമായ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകളും സമീപനങ്ങളും ഒക്കെ ഒരുപാടുണ്ട്. ഇത് മാത്രമല്ല, പക്ഷെ അതൊന്നും അവർ കൊണ്ടുവരില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സംഗതികൾ കൊണ്ടുവന്ന് സമൂഹത്തെ ഇട്ട് കഴിഞ്ഞാൽ അത് അവർക്ക് തന്നെ വിനയാകും. കാരണം അത്രയും പരിപാവനമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരുപാട് സംഭവങ്ങളും കഥകളും ചരിത്രങ്ങളും ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഉസ്താദ്മാർ ചില വിഷയങ്ങൾ പോയിന്റ് പറയും. ജീവിതവുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളുണ്ടല്ലോ. അതിൽ പണ്ഡിതന്മാരുടെ കർമ്മശാസ്ത്ര രംഗത്ത് ഇസ്ലാമിൽ പറഞ്ഞ വിധിവിലക്കുകളെക്കുറിച്ച് മസ്അല എന്ന് പറയും, ആശയങ്ങൾ, ഇതെല്ലാം പങ്കുവെക്കുകയാണ് സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവരുടെ വേദിയിലോ. എന്നിട്ട് അത് പോസ്റ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം കൊടുത്ത് പ്ലേ ചെയ്യും. എന്നിട്ട് അതൊരു പരിഹാസ കഥാപാത്രമായി അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ലക്ഷ്യം. അതിന് ഒരു സഹോദരി ചെയ്യുന്നത് നിരന്തരമായിട്ട് ഇതുപോലെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. വീഡിയോസ് കൊണ്ടുവരും, എന്നിട്ട് അതിന് അവസാനമായിട്ട് എന്തെങ്കിലും ഒരു പരിഹാസം അതിന് കൊടുക്കും. എന്നാൽ ഇവർക്ക് അതിൽ വല്ല വിശ്വാസമുണ്ടോ? ഈ പറയുന്ന കാര്യത്തിൽ വിശ്വാസമുണ്ടോ? ഈ പറയുന്ന ആളെ പിൻപറ്റുന്നവരാണോ? ആശയത്തെ പിൻപറ്റുന്നവരാണോ? അല്ല. ഇതെന്തുകൊണ്ട് ഇത് കൊണ്ടെന്ന് ഇങ്ങനെ കാണിക്കുന്നു? ഇത് കാണിച്ചാലേ കുറച്ച് വിളിച്ചിട്ടുണ്ടാവുള്ളൂ, വ്യൂവേഴ്സിന് കിട്ടുള്ളൂ. കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, അപ്പുറം ഇപ്പുറം എത്തിച്ചു നോക്കുന്ന കുറേ ടീമുണ്ട്. അവിടെ എന്താ നടക്കുന്നത്? അങ്ങനെ എത്തിച്ചു നോക്കുന്ന ടീമിന് ഇത് കാണാൻ ഭയങ്കര രസമായിരിക്കും. അങ്ങനെ അവതരിപ്പിക്കുകയും പറയുകയും ചെയ്ത് എന്തെന്നാ കഥ, ഇത് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ ഇസ്ലാമിൽ എന്തൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നാൽ ഇവർ എത്രമാത്രം വിവരദോഷികളാണ് എന്നതിൽ നിന്ന് അത് കൃത്യം വ്യക്തമായിട്ട് മനസ്സിലാകും. ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. എന്റെ സ്വന്തം മകൾ, അവൾക്കൊരു 18 വയസ്സാകുമ്പോൾ അവളെ കല്യാണം കഴിച്ച് അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഇസ്ലാമിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയത്തിൽ നിയമം പറഞ്ഞതിന്റെ കാരണത്താൽ ഇസ്ലാമിനെ ട്രോളിക്കൊണ്ടിരിക്കുന്ന എക്സ് മുസ്ലിംസ് അടക്കമുള്ളവരോട് തിരിച്ചങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ഇത് വ്യഭിചാരത്തിലൂടെ ഉണ്ടായ കുട്ടിയാണ്. നേരിട്ട് കാണാനോ അനുഭവിക്കാനോ കൂടുതൽ ബന്ധപ്പെടാനോ ഒന്നും സാധ്യതയില്ലാത്തൊരു കുട്ടി. എന്നാൽ നിന്റെ സ്വന്തം മകൾ ഈ ചെറിയ പ്രായം തൊട്ട് വളർത്തി വലുതാക്കി വേണ്ടതെല്ലാം കൊടുത്ത് സ്നേഹത്തോടുകൂടി വളർത്തിയ മകൾ, അവൾക്കൊരു 18 വയസ്സാകുമ്പോൾ അവളെ കല്യാണം കഴിച്ച് അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ നിന്റെ മതത്തിലോ അല്ലെങ്കിൽ നീ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിലോ എന്താണ് വിലക്ക്? വിലക്കുണ്ടോ? നിനക്കത് പറ്റുമോ? നീ എന്റെ മനസാക്ഷി എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? തെറ്റാണ് എന്നാണെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് തെറ്റാണ് എന്ന് പറയുന്നത്? ഇങ്ങനെ 100 കണക്കിന് ചോദ്യം നിന്നോട് തിരിച്ചു ചോദിക്കാൻ കിട്ടും. ഒരൊറ്റ ഒന്നിനു പോലും തെറ്റാണ് എന്ന് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ നിനക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒറ്റ ക്വസ്റ്റ്യൻ കേട്ടിട്ട് തന്നെ ഭയങ്കര എന്തോ അറപ്പ് തോന്നുന്നു. അപ്പൊ ഇനി ഇതേപോലത്തെ 100 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോ എന്തായിരിക്കും അവസ്ഥ? ആ യുവ പണ്ഡിതന്റെ കൃത്യം വ്യക്തമായിട്ടുള്ള ചോദ്യമാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് അത്തരത്തിൽ ഒരു 18 വയസ്സ് തികയാത്ത ഒരു കുട്ടീനെ അങ്ങനെ വിവാഹം ചെയ്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം, മതമോ അല്ലാത്തതോ എന്തോ, അതിൽ എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട്? എന്താണ് അതിലുള്ള വിധി? എന്താണ് അതിലുള്ള മാനദണ്ഡം? എന്നാൽ ഇസ്ലാമിൽ അത്തരത്തിലുള്ള ഒരു പ്രവണത നടന്നു കഴിഞ്ഞാൽ, ഒരു വിഷയത്തെ കോട്ട ചെയ്താണ് സംസാരിക്കുന്നത്, അത്തരത്തിൽ നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കണം മതത്തിന്റെ വിധി? അങ്ങനെ ഇസ്ലാം മതത്തിൽ വിധിയുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് വ്യക്തമായ ഉത്തരമുണ്ട്, വിധിയുണ്ട്, കാഴ്ചപ്പാടുണ്ട്. അതിന് മസ്അല എന്ന് പറയും കർമ്മശാസ്ത്ര രംഗത്തും. അതുപോലെ തന്നെ ശരീഅത്ത് തുടങ്ങിയിട്ടുള്ള ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ പറയപ്പെടുന്ന ഒരുപാട് നിയമ സംഹിതകളുണ്ട്. ഞാൻ ഈ സഹോദരനോട് ചോദിക്കുന്നത്, നിങ്ങൾ ഇത്തരത്തിലുള്ള ഇക്ലിപ്പെടുത്തുന്ന കാര്യങ്ങളാണെന്ന് നിങ്ങൾക്കാണ് ബോധ്യപ്പെടുന്നത്. എന്നാൽ മുസ്ലിം വിശ്വാസികൾക്കും അത് ഉൾക്കൊണ്ട് ജീവിക്കുന്നവർക്കും ഇത്യാദി കർമ്മശാസ്ത്ര രംഗത്തോ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ ഇത്യാദി സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് മതപണ്ഡിതന്മാർ, യുവാക്കൾ ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അതിൽ ഒരു കാര്യവുമില്ല. അതെടുത്തുകൊണ്ടുവന്ന് നിങ്ങൾ കാണിക്കുന്നത് എന്തിനാണ്? ഇങ്ങനെയാണ് ഇസ്ലാമിൽ ഇത്തരം വിഷയങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഇസ്ലാമിൽ ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല, ഒരുപാട് മനോഹരമായിട്ടുള്ള ചിന്തിക്കാൻ കഴിയുന്ന, ഉൾക്കൊള്ളാൻ കഴിയുന്ന വളരെ നല്ല നല്ല കാഴ്ചപ്പാടുകളും സമീപനങ്ങളും ആഹ്വാനങ്ങളും ഉണ്ട്. അതൊന്നും നിങ്ങൾ കൊണ്ടുവന്നിടില്ല. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വിനയാകും. കാരണം അത്രയും മനോഹരമായിട്ടുള്ള ആശയം കൊണ്ടെന്ന് സമൂഹത്തെ കാണിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെയാണല്ലോ കുറച്ച്
കുറവുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഇത്തരത്തിലുള്ള മൊയ്തേമാര് ഇങ്ങനെ പറയുന്ന ഈ കണ്ടന്റ്, ഈ വിഷയം മാത്രം കൊണ്ടുവന്ന് ഇച്ചിരി ഭാഗങ്ങൾ കൊണ്ടുവന്ന് കാണിക്കുക, എന്നിട്ട് നിങ്ങൾ അതിനെ പരിഹാസ്യ രീതിയിൽ അവതരിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ പറഞ്ഞതെന്താണ്? നിങ്ങൾ ആ പണ്ഡിതനോട് ചോദിക്കുന്നത് 100 ചോദ്യങ്ങൾ ഉണ്ട് എന്നാണ്. ഒരൊറ്റ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ വെറുപ്പാകുന്നു, അറപ്പാകുന്നു. അപ്പോൾ 100 ചോദ്യം എങ്ങനെ ഉണ്ടാകും എന്നാണ്. ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടി ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഓർമ്മ വെച്ച കാലം മുതൽക്ക് നിങ്ങൾ വാർത്താ മാധ്യമങ്ങൾ, പത്രം, ഇതെല്ലാം നിങ്ങൾ കാണുകയും കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. എത്ര ദാരുണമായ സംഭവങ്ങളാണ്! അച്ഛൻ മകളെ, ബാപ്പ മകളെ, ഇങ്ങനെ തുടങ്ങി അപ്പന് എത്ര കേസുകളാണ് വന്നു പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പറയും ഇവിടെ നിയമ സംഹിതകളുണ്ട്, കോടതികളുണ്ട്, നിയമപാലകരുണ്ട്. ഒക്കെ സമ്മതിച്ചു, നമ്മളൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. അതൊരു ഭാഗത്ത് അവിടെ ഇരിക്കട്ടെ. അതിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇതിൽ മതവിശ്വാസികൾക്ക്, മതം പുൽകി ജീവിക്കുന്നവർക്ക് ആ മതത്തിന്റെ ആഹ്വാനം എന്താണോ, വിധി എന്താണോ, അതിന്റെ ആ വിഷയത്തിൽ എന്ത് വിധിയാണ് മതം പറഞ്ഞിട്ടുള്ളത്, അത് പറഞ്ഞു കൊടുക്കണ്ടേ? കേരളത്തിൽ, ലോകത്ത് ഇത്യാദി സംഭവവികാസങ്ങൾ നടന്നിട്ടുണ്ടോ ഇല്ലേ? എത്രയോ വാർത്തകൾ നമ്മൾ ഈ പ്രായത്തിലെടുക്ക് കേട്ടുപോയിട്ടുണ്ട്. ഇനി എന്തെല്ലാം വരാൻ കിടക്കുന്നു. അപ്പൊ അതിൽ വിധി പറയണ്ടേ? അതിന്റെ ഒരു മാനമുണ്ടാവില്ലേ? അത് പറയുന്നത് എടുത്തുകൊണ്ടെന്ന് നിങ്ങളിങ്ങനെ കാണിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടാൻ വേണ്ടി പോകുന്നത്? സമൂഹത്തിന് നന്മയുണ്ടാകുന്ന, നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളെ മതമേതാണോ, ആശയമേതാണോ, പ്രത്യയശാസ്ത്രം ഏതാണോ, എന്തുമാവട്ടെ, ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നിങ്ങൾക്ക് എന്തെല്ലാം കണ്ടന്റുകൾ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയുന്ന മനോഹരമായ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുമായിട്ട് നിങ്ങൾ വരുന്നില്ലല്ലോ. നിങ്ങൾക്ക് താല്പര്യം ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും, മതന്റെ അപ്പുറത്തും ഇപ്പുറത്തും, വെയിലിന്റെ അപ്പുറത്തും ഒക്കെ എത്തിച്ചു വെക്കുന്ന കുറേ ആളുണ്ട്. അവിടെ എന്താ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഇത് മാത്രമല്ല, ഇസ്ലാം തൊട്ട് സംസാരിക്കാത്ത ഒരു വിഷയം പ്രപഞ്ചത്തിലില്ല എന്ന് തന്നെയാണ്. മനുഷ്യന്റെതും മൃഗങ്ങളുടെയും പ്രപഞ്ചത്തിന്റെയും ആകാശത്തിന്റെയും ഭൂമിയുടെയും മരങ്ങളുടെയും സസ്യങ്ങളുടെയും ഭക്ഷണ പദാർത്ഥങ്ങളുടെയും കടലിന്റെയും ഇനി പ്രതിപാദിക്കാത്തതായിട്ട് പ്രപഞ്ചത്തിൽ ഒന്നുമേ ഇല്ല. അതിൽ നിന്ന് ഒന്നാണ് നിങ്ങളെടുത്ത് ഒരു ചീള് കാണിച്ചിട്ട് ഇങ്ങനെ ഒരു പരിഹാസ്യ രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. സഹോദരി, നിങ്ങൾ സമൂഹത്തിന് നല്ല നന്മയുണ്ടാകുന്നത് കൊടുക്കുക. വിശ്വാസികൾ, അത് പഠിച്ച പണ്ഡിതന്മാർ വിശ്വാസികളോട് പറയുന്ന വിഷയങ്ങൾ എടുത്ത് കോട്ട് ചെയ്ത് റിയാക്ട് ചെയ്ത് ഇതിങ്ങനെ കാണിക്കുന്നത് ലജ്ജാകരമാണ്.